വേലായുധേട്ടൻ ഈ നേരത്തെ പറഞ്ഞ കൊന്തുണിയാമൊക്കെ ഉണ്ടായിരുന്നു വടക്കേ വീട്ടിലത്തെ, അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അതിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വിട്ടു വന്ന് ആ തോട്ടത്തിലൂടെ പോയി കുളിക്കാൻ പോകുമ്പോൾ അവിടെ പിന്നിലൊരു ചായ്പ് പോലത്തെ ഒരു സ്ഥലത്താണ് ഈ വേലായുധേട്ടനെ കെട്ടിയിട്ടിരുന്നത്. കൂടല്ലൂരിലെ MTയുടെ മറ്റൊരു കുടുംബാംഗമാണ് വടക്കേതിലെ വേലായുധൻ, ഭ്രാന്തൻ വേലായുധൻ. മാടത്ത് തെക്കേപ്പാട്ടെ തറവാടിൻ്റെ തൊട്ടു വടക്കേതിലെ വീടാണ് വേലായുധൻ്റേത്. യൗവനാരംഭത്തിലെ മനസ്സിൻ്റെ അടുക്കുകൾ തെറ്റി മരിക്കും വരെ അങ്ങനെ ജീവിക്കേണ്ടി വന്നു വേലായുധന്. ഇരുട്ടിൻ്റെ ആത്മാവെന്ന കഥയിൽ MT ഈ വേലായുധനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കോന്തുണ്ടി നായരുടെ ഭാര്യാ സഹോദരനായിരുന്നു വേലായുധൻ. പഴയ 8ാം തരം പാസ്സായ ആളായിരുന്നു. ഭ്രാന്ത് വരുന്നതിന് മുമ്പ് ഇദ്ദേഹം സൗജന്യമായി അയൽപക്കത്തെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിരുന്നു. MTയുടെ കഥയെ ആസ്പദമാക്കി അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ P. ഭാസ്കരൻ അതേ പേരിൽ സിനിമയാക്കി. നാണമ്മാന് വിഷം കൊടുത്തില്ലേ? എനിക്കും വിഷം തരും. ഞാൻ തന്നാ കുടിച്ചൂടെ? ഞാനല്ലേ അമ്മുക്കുട്ടി? വേലായുധേട്ടൻ രാത്രിയൊക്കെ നിലവിളിക്കണേ എന്താ? ഉറക്കം വരുന്നില്ലേ? വേലായുധേട്ടൻ കിടക്കൂ, കിടന്നുറങ്ങൂ. ആരും വരില്ല, ആരും പേടിപ്പിക്കില്ല. രാത്രി ഒരു വലിയ വഞ്ചിയിലെ അമ്മക്കുട്ടി ഇരുന്ന് പാട്ട് പാടിയിരുന്നില്ലേ? ഒന്ന് കിടക്കൂ, അനങ്ങാതെ കിടന്നുറങ്ങും. ഞങ്ങളൊന്നും ഭയന്ന് അടുത്തേക്കൊന്നും പോവില്ല. വേലായുധേട്ടന് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് കെട്ടിയിട്ടിരുന്ന അവിടെയാണ്. ആ സ്ഥലം എനിക്കറിയാം. ആ വീട്ടിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ആളെ ഞാൻ കണ്ടിട്ടില്ല. പേര് ഗോപി എന്നായിരുന്നു, കേട്ടിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ ഈ പേപ്പർ ടീ കടിച്ചിട്ട് മരിച്ചു. എല്ലാവരും അയാളെപ്പറ്റി, ആ മരിച്ച ആളെ പറ്റിയിട്ട് വളരെ നല്ലൊരു ഒരു പയ്യനായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഉള്ളതാണ് ഈ വേലായുധേട്ടൻ. വേലായുധേട്ടൻ ചങ്ങല പൊട്ടിച്ചോടിയതൊക്കെ ശരിയാണ്. അത് പിന്നെ അമ്മുക്കുട്ടിയെ കാണും ഇതൊക്കെ ചെയ്യുന്ന ഫിക്ഷനാണ്. ഈ സമൂഹം എങ്ങനെ മനസ്സിന് താളം തെറ്റിയ ഒരാളെ കാണുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അങ്ങനത്തെ ഒരാൾ എങ്ങനെ സമൂഹത്തിനെ, ലോകത്തിനെ കാണുന്നു, 2 കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അത് ഫിക്ഷനിൽ പലതും വന്നിട്ടുണ്ട്, അമ്മുക്കുട്ടി വന്നിട്ടുണ്ട് പലതും. പക്ഷേ അതിൽ ഒരു സത്യത്തിൻ്റെ എലിമെൻ്റ് ഉള്ളത് വേലായുധേട്ടൻ ചങ്ങല പൊട്ടിച്ചോടി. ഓടിയിട്ട് ആ പറമ്പിലൂടെ ഓടി ഞങ്ങളുടെ പറമ്പിലൂടെ വന്ന് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. അപ്പോൾ ഞാൻ കുട്ടിയാണ്, ഞാനുണ്ട്, സന്ധ്യാസമയമാണ്. അപ്പോൾ ആരോ പറഞ്ഞു വേലായുധൻ വരുന്നു, വേലായുധൻ വരുന്നു, ഭ്രാന്തനാണല്ലോ വരുന്നില്ല. എൻ്റെ അമ്മയ്ക്കൊരു കൂസലൊന്നും ഉണ്ടായില്ല. അമ്മ അവിടെ ഉണ്ട്, എന്താ വേലായുധമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവളുടെ അടുത്ത് എനിക്ക് കുറച്ച് ചോറ് തരണം. അതിനെന്താ ഇരിക്കേ എന്ന് പറഞ്ഞു. കയ്യും കാലമൊക്കെ കഴുകുക, ഒന്നും വേണ്ട, എനിക്ക് ചോറ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അകത്തേക്ക് പോവാ, അകത്തേക്കില്ല. അമ്മ എന്നിട്ട് ചോറൊക്കെ അകത്തുണ്ട്. വീട്ടിൻ്റെ കോലായിൽ കൊണ്ടുവന്ന് ഇലയിട്ടിട്ട് വേലായുധേട്ടന് ചോറ് കൊടുത്തു. അപ്പോൾ ഞാൻ കുട്ടിയാണ്, അത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കും. നമ്മളാദ്യം ഭയപ്പാടോട് കാണുന്നത് ഭ്രാന്തനാണ് വരുന്നത്. അയാൾ സാധാരണഗതിയിൽ വിശന്ന് ഊണ് കഴിച്ച് അവിടുന്ന് കൈകൂടി കഴുകാതെ, കൈ കഴുകുക എന്നൊക്കെ ആരോ വിളിച്ചു പറയുന്നുണ്ട്, ഇത് അവിടെ വെള്ളരിക്കുന്നുണ്ട്, ഒന്നും മിണ്ടാതെ അയാൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇതൊരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ഒരു 10-20 വയസ്സൊക്കെ അയ്യാവോ മരിച്ച കാലത്ത് അവർക്ക്, അമ്മാവയ്ക്ക്. ഞങ്ങൾ ജനിച്ചതും കൂടി എനിക്ക് ഓർമ്മ തന്നെയില്ല. അപ്പൊ ഇവന്റെ വാസുവിന്റെ ജാക്കറ്റിൽ പ്രാന്തുള്ള എന്നൊക്കെ പറഞ്ഞിട്ടേ ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല. അതിന് ചെറുപ്പത്തിലേ മരിച്ചു പോയിരുന്നു. അന്ന് ഈ വീടല്ല,
പഴയ ഒരു ചെറിയ വീടായിരുന്നു. അപ്പോൾ കാലം കുറേ സഹോദരനൊന്നുമില്ല, പെങ്ങന്മാരൊന്നുമില്ല അവർക്ക്. മൂന്ന് ഏട്ടനൊക്കെ ആയിരുന്നു. അതൊക്കെ അതിന് ചെറുപ്പത്തിലേ വരച്ച് ഞങ്ങളുടെ വീട്ടിൽ. ആ ചായ്പ് ഇന്നില്ല. വീട് 3 തവണ പരിഷ്കരിച്ചിരിക്കുന്നു. പക്ഷേ ആ കുളമുണ്ട്. അടുക്ക് തെറ്റിയ മനസ്സിൻ്റെ ഭ്രമാത്മക ചിന്തകളുമായി വേലായുധൻ ഇവിടെ ഇരുന്നിട്ടുണ്ടാവണം. ഉണ്ണി ഇങ്ങോട്ട് കയറി വാ. ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാം കാണാം. കുന്ന് കാണാം, പുഴ കാണാം, വാഴാവിൽ അമ്പലം കൂടി കാണാം. എന്താ രസം! ഭൂമി മുഴുവൻ കാണാം. പഴയ വാഴകാവ് ക്ഷേത്രം ഇന്ന് പുരോഗമിച്ചിരിക്കുന്നു. കുന്നത്തെ ഗുരുസി ദിനങ്ങളിൽ പെൺകുട്ടികൾ താലപ്പൊലിയെടുക്കുന്നതും വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്നതും ഇവിടെയാണ്. MT സംവിധാനം ചെയ്ത നിർമ്മാല്യത്തിലെ അവസാന രംഗത്തെ വെളിച്ചപ്പാടിൻ്റെ ആത്മരോഷവുമൊക്കെ ഇവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. കൂടല്ലൂരിൻ്റെ തന്നെ മറ്റൊരു സന്തതി. പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും MT കണ്ടെടുത്ത സത്യത്തിൻ്റെ മുത്ത്. മുത്തശ്ശിയുടെ സഹോദരിക്ക് 6ാം തമ്പത്തിലുണ്ടായ സന്തതിയാണ് അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി. ആ കഥാപാത്രം ഉണ്ടായിരുന്ന ആളാണ്. ആ കഥാപാത്രം ഞാനായിട്ട് വലിയ അടുപ്പൊന്നുമില്ല, ഈ പ്രായവ്യത്യാസം കാരണം. ഇദ്ദേഹത്തിൻ്റെ മകളുടെ മകളെ ഞാൻ കഴിഞ്ഞ കൊല്ലം കണ്ടു. ഈ അധ്യാപികയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ അമ്മാവനായിട്ട് വരും, വലിയമ്മയുടെ താവഴിയിൽ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആദ്യം MSPയിലോ അങ്ങനെന്തോ ആയിരുന്നു. അവിടുന്ന് വിട്ടു വന്ന് എന്തോ പോലെ അവിടെ ഒരു ഇതായിട്ട് MSPന്ന് ഡിസ്മിസ് ചെയ്യുക എന്തോ ചെയ്ത് നാട്ടിൽ വന്ന് താമസിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് മതം മാറ്റം പിന്നെ ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെ കുറേ കാലം എവിടെ വേറെ ബേഡ്സൊന്നും അറിയില്ല. ഈ കുന്നുംപുറത്തൊക്കെ എവിടെയോ താമസിക്കുന്നുണ്ട്. അപ്പോൾ കുറേ കഥകളുണ്ടായി. അദ്ദേഹത്തിന് പിന്നെ പല കളവും ഇയാൾ ചെയ്യുന്നതാണ് എന്നുള്ളത്. അങ്ങനെ നാട്ടിൽ പല കഥകളും പ്രചരിച്ചിരുന്നു. ഞാൻ ഇയാളെ കണ്ടത് നല്ലപോലെ ഓർമ്മയുണ്ട് എനിക്ക്. ഈ ഇപ്പോഴൊക്കെ തന്ന അത്താണിയുണ്ട്. ആ അത്താണി ഇന്നിവിടെയില്ല. പഴയ നിസ്കാരപ്പള്ളിയുടെ അവ്യക്തമായ അവശിഷ്ടങ്ങളുണ്ട്. പുഴയെ നോക്കി ഗോവിന്ദൻകുട്ടി സമയം പോക്കാനിരിക്കുന്ന ഓർമ്മകൾ കൂടല്ലൂരിലെ പഴയ മനുഷ്യരിൽ ചിലർക്ക് ഇപ്പോഴും അറിയാം. ആളെ എനിക്ക് നല്ല പരിചയമുണ്ട്. ഇവരുടെ സ്വഭാവം ആശാനി പറഞ്ഞ മാതിരിയൊക്കെ ഉണ്ടായിരുന്നേ. ആദ്യക്ക് പിന്നെ നയരായി, പിന്നെ മാപ്പിളായി. ഇങ്ങനെയൊക്കെയാണ് മൂപ്പരുടെ പ്രകൃതി ഉണ്ടായത്. പിന്നെ അങ്ങോട്ട് തന്നെ തിരിഞ്ഞു പോയി. ഗോപിയേട്ടൻ എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുക. നല്ല ജോലിയിലും നിലയിലുമായിരുന്നു. വലിയ വീട്ടിലെ പെണ്ണിനെയാണ് വിവാഹം കഴിച്ചത്. പക്ഷേ വിധി വൈപരീത്യം കൊണ്ടാവാം പല വേഷങ്ങൾ പച്ചയായ ജീവിതത്തിൽ തന്നെ ആടിത്തീർക്കേണ്ടി വന്നു ഗോപിയേട്ടന്. ഭാര്യ വീട്ടുകാരുമായി പിണങ്ങി. അവരെ അപമാനിക്കാൻ അവരുടെ നാട്ടിൽ റോഡ് പണിക്ക് പോയി. ഒരു രാത്രി സ്വന്തം ഭാര്യയുടെ താലിമാല മോഷ്ടിച്ച് നാടുവിട്ടു. പിന്നെ ആരോടൊക്കെയോ ഉള്ള പക തീർക്കാൻ പൊന്നാനിയിൽ പോയി മതം മാറി. വീണ്ടും തിരിച്ച് ഹിന്ദുവായി. എനിക്കന്നൊരു 15 വയസ്സ് 16 വയസ്സുണ്ട്. ആ സമയത്ത് അതിലൂടെ പോകുമ്പോൾ എന്നെ വിളിച്ചു. ഞാൻ അടുത്തേക്ക് വന്നു. അപ്പോൾ ഈ ഗോവിമാവിൻ്റെ അന്ന് വിവരങ്ങളൊന്നും ആർക്കും അറിയില്ല. എവിടെയോ കുന്നുംപുറത്ത് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് വീട്ടിലില്ല. അത് മതമാറ്റം കഴിഞ്ഞതിൻ്റെ ശേഷം. അപ്പോൾ നമ്മൾ എന്താണ് ഈ ആളെ പറ്റി അറിയാത്തതുകൊണ്ട് കുറച്ച് ഭയന്നിട്ടൊക്കെ അടുത്തേക്ക് ചെന്നു. പറഞ്ഞു, നീ വീട്ടിൽ പോയിട്ട് അമ്മോട് പറഞ്ഞിട്ട് എനിക്കൊരു മുണ്ട് വേണം,
ഒരു നല്ല മുണ്ട്, ഒരു തോർത്തുമുണ്ട് 5 ഉറുപ്പ്യം തരാൻ പറയൂ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ വീട്ടിൽ പോയി ഞാൻ അങ്ങനെ ഗോവിമാമയെ കണ്ടു, ഇന്ന ദിക്കിലിരിക്കുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അമ്മ വേഗം ഈ സാധനങ്ങളൊക്കെ തന്നു. ഞാൻ ഓടി ഇപ്പോഴൊക്കെ താത്താണിയിൽ അവിടെ പോയിട്ട് ഈ ആൾക്ക് ഇത് കൊടുക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഞാൻ നേരിട്ടുള്ളതാണ്. പിന്നെ നാട്ടിൽ പല കഥകളും അദ്ദേഹത്തെപ്പറ്റി പ്രചരിച്ചിരുന്നു. അപ്പോൾ അത് മുഴുവൻ വിശ്വസിച്ചിട്ടൊന്നുമല്ല. ഒരു ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഇയാൾ ഉണ്ടായിരുന്നു, മതം മാറിയിരുന്നു, ഇയാൾ കുറച്ചൊരു റിബൽ ടൈപ്പായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നാട്ടുകാർ അന്ന് പറയണതാണ്. അപ്പോൾ പിന്നീട് അദ്ദേഹം ഭാര്യ കുട്ടികളെയൊക്കെ സ്വീകരിച്ചു. ഈ ഔദ്യോഗികമായിട്ട് തിരിച്ചു വരുമൊന്നും അല്ലാതെ ഈ മതം മാറി കുറച്ചു കാലം അബ്ദുള്ളയായി നടന്നു. പിന്നീട് ഈ വീട്ടിൽ തന്നെ, തറവാട്ട് വീട്ടിൽ തന്നെ വന്ന് താമസം തുടങ്ങി. അപ്പോൾ അന്ന് ഭാര്യയും 2 ചെറിയ കുട്ടികളുണ്ട്. അവർ വേറെ സ്ഥലത്താണ്. പിന്നെ അവരൊക്കെ ആയിട്ട് ബന്ധമായി എന്നൊക്കെ ഉള്ളത് പിന്നീട് അറിഞ്ഞു. അസുരവിത്തിൽ ഗോവിന്ദൻകുട്ടിയുടെ പകയും അമർഷവും ഏറ്റുവാങ്ങുന്ന മറ്റൊരു കഥാപാത്രമുണ്ട്, ശേഖരേട്ടൻ. അദ്ദേഹം നാട്ടുപ്രമാണിയായിരുന്നു. ശേഖരമ്മ എന്ന് പറയുന്നത് എൻ്റെ വലിയമ്മയുടെ, അത് അതേപടിയൊന്നുമല്ല, വലിയമ്മയുടെ ഭർത്താവായിരുന്നു. അദ്ദേഹം പുറത്തൊക്കെ അവിടെ പോയിട്ട് ബിസിനസ്സൊക്കെ ചെയ്ത് സമ്പാദിച്ച് നാട്ടിൽ ധാരാളം കൃഷിസ്ഥലമൊക്കെ ആയിട്ട് വന്നു കൂടിയിരുന്ന ഒരാളാണ്. അപ്പോൾ അന്നത്തെ ചെറിയ തോതിൽ ഈ വർഗീയ ചില സംഘർഷം എന്ന് പറഞ്ഞുകൂടെ ചില കിടമത്സരങ്ങളുണ്ടായിരുന്നു. ആരാണ് വലിയ ജന്മിമാർ, ആരാണ് വലിയ, ആ ഒരു കിടമത്സരത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റിയിട്ട് എനിക്ക് നല്ല പല അറിയുന്നു. ഞാനൊക്കെ താഴെ കൂടെ പോകുമ്പോൾ എന്നെ വിളിച്ചു വരുത്തും, മുകളിലേക്ക് വരുത്തും. നമ്മളെയൊക്കെ വലിയ ഇഷ്ടമാണ്, നമ്മളൊക്കെ നന്നായി പഠിക്കും എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ അവിടുത്തെ കുട്ടികൾ, മൂപ്പരുടെ കുട്ടികൾ ആരും ശരിക്കും പഠിക്കില്ല എന്നുള്ള ഒരു വിഷമമുണ്ട്. ആ ക്യാരക്ടറിൻ്റെ കുറേ അംശം ഫാക്റ്റിൽ നിന്നെടുത്തതാണ്. അസുരവിത്തിൽ മഹാമാരി വന്നതും ഒരുപാട് മനുഷ്യർ മരിച്ചൊടുങ്ങുന്നതും പറയുന്നുണ്ട്. അഴുകി നാറിത്തുടങ്ങിയ അനാഥ ശവങ്ങളെ അടക്കുന്നത് ആർക്കും വേണ്ടാത്ത ഗോവിന്ദൻകുട്ടിയാണെന്നും MT പറയുന്നുണ്ട്. ഒടുവിൽ കിഴക്കുമുറിയുടെ അപ്പുറത്ത് എവിടേക്കെങ്കിലും ജീവിതം അന്വേഷിച്ചു പോകുന്ന ഗോവിന്ദൻകുട്ടി പറയുന്നു, പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുകയാണ്. കൂടല്ലൂരും അവിടുത്തെ പകലിരവുകളും പ്രകൃതിയെയുമെല്ലാം പുറമേ ആസുരനെന്ന് തോന്നിപ്പിക്കുന്ന ഗോവിന്ദൻകുട്ടി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നതും.